എന്നെ എന്തിനാ ഫേസ് ടൈം ചെയ്യുന്നത്? എന്നാ എന്നെക്കുറിച്ച് പറയണോ? എന്താ പറയും? ഒരു കൊണ്ട് പറഞ്ഞാലോ? ഞാൻ പ്രസീത പ്രതാപൻ. എന്നെ എല്ലാവരും ദൈവം എന്ന് വിളിക്കും കേട്ടോ. എനിക്ക് എല്ലാവരും എന്നെ ദൈവം എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം. കാരണം ഞാൻ ഇപ്പം പ്രസീത എന്ന പേരിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർ എന്ത് വലിയ പേരാ, ഇത് ഓർത്തിരിക്കുന്നതിന് തന്നെ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ അവരോട് പറയും അന്ന് എന്നെ ദൈവം എന്ന് വിളിച്ചോ. അപ്പോൾ അവർ പറയും ആ ദേവു, അത് മതി ദേവു. പിന്നെ അവർ പിന്നീട് വന്ന് എന്നെ പ്രസീത വിളിക്കുമ്പം എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. എൻ്റെ ഒരു കമ്മൽ കാണുന്നില്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ ടോട്ടലി 6 പേരാണുള്ളത്. അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയത്തി, അനിയൻ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചാക്കിക്കുട്ടനുണ്ട്, എൻ്റെ പെറ്റാണ്. പിന്നെ ഞാൻ. അമ്മയുടെ പേര് പ്രഭ, അച്ഛൻ്റെ പേര് പ്രതാപൻ, എൻ്റെ ചേട്ടൻ്റെ പേര് പ്രവീൺ, എൻ്റെ കാത്തുവിൻ്റെ പേര് കാത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി, അവളുടെ പേര് പ്രാർത്ഥന, എൻ്റെ അനിയൻ്റെ പേര് പ്രണവ്. ഇതാണ് എൻ്റെ ആഭരണപ്പെട്ടി. ഐ മീൻ എൻ്റെ സ്കിൻ കെയർ അല്ല, മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനകത്താണ്. വീട്ടിൽ ഇപ്പം എൻ്റെ അമ്മ, അനിയത്തി, അനിയനാണുള്ളത്. എൻ്റെ അച്ഛൻ ദുബായിൽ ജോലി ചെയ്യുന്നു. ഹി ഈസ് എ സർവീസ് എൻജിനീയർ. ആൻഡ് എൻ്റെ ചേട്ടൻ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നു. ഹി ഈസ് എ 3D ഡിസൈനർ. ആൻഡ് ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. കോഴ്സ് എടുത്തത് എന്തിനാണ് എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം കണ്ടപ്പം പേര് കൊള്ളാം, ജോലി കിട്ടുമെന്നൊന്നും നോക്കിയില്ല, ഞാനെടുത്ത്. ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. എനിക്ക് എൻ്റെ റൂംമേറ്റ്സ് ഉണ്ട്. അവരുടെയൊക്കെ പേര് അക്കു, ആരതി, KP, കുറി ഒക്കെയാണ്. അവർ കൊല്ലം, തൃശ്ശൂർ, പത്തനംതിട്ട എന്നുള്ള സ്ഥലത്തൊക്കെ എന്നൊക്കെയാണ് വരുന്നത്. ഞാൻ മാലിക്കരക്കാരിയാണ്. മാലിക്കര ആലപ്പുഴയിലാണ്. പിന്നെ മാലിക്കര കേട്ടിട്ടുണ്ടോ? മാലിക്കര ആക്ച്വലി ഒരു കുഞ്ഞു സ്ഥലമാണ്. ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡാണ് എല്ലാ കാര്യത്തിലും. കാരണം ആദ്യമൊന്നും എൻ്റെ സ്കിൻ കളർ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസാണ്. എന്നുവെച്ചാൽ ഒരാളുടെ അടുത്ത് പോയി നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് കുറേ കളിയാക്കലൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പണ്ട് ഡാൻസിലൊക്കെ നമ്മളെ ഇങ്ങനെ പുറകെ കൊണ്ടു നിർത്തും. ആൻഡ് എനിക്ക് ഹൈറ്റ് കുറവാണ്, അതിൻ്റെയും കുറേ കേട്ടിട്ടുണ്ട്. പുറകിലിങ്ങനെ ഡാൻസിനൊക്കെ കൊണ്ടു നിർത്തും. ഈ ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ വെളുക്കട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങ് തേക്കും. ഇവരുടെ കൂടെയൊക്കെ നിൽക്കണ്ടേ, വെളുത്ത പിള്ളേരുടെ കൂടെ നിൽക്കണ്ടേ എന്നൊക്കെയുള്ള ടോക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അത് അവർക്കതിൻ്റെതായിട്ടുള്ളൊരു വിവരമൊന്നും ഇല്ലല്ലോ ആ ടൈമിൽ. എല്ലാ സ്കിൻ കളറിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ട്. പിന്നെ അതിൽ ഞാൻ കോൺഫിഡൻസ് കണ്ടെത്തുന്നതാണ് എൻ്റെ ഒരു പവർ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും ഇൻസെക്യൂരിറ്റീസ് ഞാൻ ആരോടും അങ്ങനെ പറയത്തില്ല. എനിക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും ഇൻസെക്യൂരിറ്റീസാണ്. അപ്പം കാരണം എൻ്റെ കണ്ണിൻ്റെ അടിയിലെ എൻ്റെ കൊച്ചിലോട്ടുള്ള നര പല പിള്ളേർ കാണും. ഒബ്വിയസ്ലി ഇൻസെക്യൂർഡ്, ഇങ്ങനെ ലൈക്ക് സോഷ്യൽ ആൻസൈറ്റീസ് ഉള്ള ആൾക്കാർ. അങ്ങനെ ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ബട്ട് ഈ ഒരു ഇടയായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചു കാം ആൻഡ് ക്വയറ്റ് ആകുന്നു. എന്തോ ഭയങ്കര ഇൻട്രോവേർട്ട് മൂഡ് ഓണാവുന്നു. എൻ്റെ കിച്ചും കാത്തു എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. പിന്നെ കാത്തു ഒത്തിരി സപ്പോർട്ട് ചെയ്യും. കാത്തു ഈ യൂട്യൂബ് തുടങ്ങിയ ടൈം തൊട്ട് ദുചി ഒരു സബ്സ്ക്രൈബർ കൂടി, ദുചി ലൈക്ക് ഇത്രയായി, ദുചി എന്നെ ദൂച്ചി എന്നാണ് അവർ വിളിക്കുന്നത്. എൻ്റെ കാത്തും കിച്ചും എന്നെ ദൂച്ചി എന്നാണ് വിളിക്കുന്നത്. മേ ബി ബിക്കോസ് അത് ദേവു ചേച്ചി എന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ദൂച്ചിയാക്കിയതായിരിക്കും. ഞാൻ എൻ്റെ ചേട്ടൻ കണ്ണാന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പം കണ്ണൻ അണ്ണ എന്നാണ് ലൈക്ക് അങ്ങനെ. അപ്പം അണ്ണാണ ആയത്. സോ ഞങ്ങൾ ഇത്രയും പേര് ഉണ്ടായതുകൊണ്ട് ഭയങ്കര രസമാണെന്നൊക്കെ എല്ലാവരും പറയും. ആക്ച്വലി അത് രസമാണ്. നമ്മൾ പിള്ളേർ ഒത്തിരി വേണം. ലൈക്ക് ഫാമിലി ബിഗ് ഫാമിലി ആയിരിക്കണം. എനിക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലി. കാരണം ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. അച്ഛനും അമ്മയും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. ബട്ട് പഠിക്കണം. പക്ഷെ പഠിക്കാൻ മാത്രം ഓക്കെയാണ് ഞാൻ. ഓക്കെ യാ. പിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട്, എല്ലാ കാര്യത്തിലും ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞങ്ങളുടെ ഫാമിലി. എനിക്കെന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഡ്രോയിങ്, ഡാൻസിങ്, ഇങ്ങനെ
വ്ളോഗിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്കിൻ കെയർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതിനെല്ലാം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ ഗിവിങ് മീ ദ ഫ്രീഡം വിച്ച് ഐ വാണ്ട്. ആൻഡ് സർട്ടൻ ഏജ് ആയപ്പോഴാണ് കേട്ടോ. ആൻഡ് ഐ എം ലൈക്കിങ് ഇറ്റ്. ആൻഡ് ഐ എം ഹാപ്പി വിത്ത് മൈ ഫാമിലി, ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്. ബട്ട് എനിക്ക് സ്റ്റിൽ ഐ ഡോണ്ട് നോ ഹൗ ടു റിവേർട്ട് ദം ബാക്ക്. ബിക്കോസ് എനിക്കറിയില്ല ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും എങ്ങനെയൊക്കെ ഹാപ്പി ആക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു തിങ്കിങ് ആണ് എനിക്ക്. ഐ ഡോണ്ട് നോ. ഐ ഹോപ്പ് ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. പിന്നെ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ദേ ആർ ദ സ്വീറ്റസ്റ്റ് പേഴ്സൺസ് ഐ നോ. ബിക്കോസ് എന്നെ ഇങ്ങനെ ഭയങ്കര കെയറിങ് ആണ്. എന്നെ ഇങ്ങനെ ഒത്തിരി ദേവു അത് ചോദിച്ചോ, ദേവുട്ടാ അതോ ഇങ്ങനെ എന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കെയറിങ് ആയിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും. ടോക്ക് ടു എവരി വൺ, ഐ എം ഫ്രണ്ട്ലി ടു എവരി വൺ, ബട്ട് ഐ എം ചൂസിങ് ഫ്രണ്ട്സ്. ഐലൈനർ എഴുതണമെന്ന് വെച്ചു, പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ണ് കറക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ചിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഗെറ്റ് റെഡി സ്കിൻ കെയർ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്താ തലയിൽ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. കൊള്ളാം, ഇഷ്ടമായോ? അപ്പം ശരി, ഞാൻ കുട്ടൂസിനെ വിളിച്ചിട്ട് വരാം.